ചാവുകടല്, ഫലസ്തീൻ, പെട്ര, എനിക്കിത് ഇനി കാണുന്ന കണ്ടപ്പോഴല്ലേ കോട്ടപ്പുറം ചന്തയ്ക്ക് ആക്കേണ്ട കൊടുക്കുന്നത് സെൻട്രലിലേക്ക് ഈ അറ്റത്ത് കൊണ്ടിട്ട് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടൊന്നും കാണാനില്ലേ. കോട്ടപ്പുറം ചന്താന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കെട്ടുവള്ളങ്ങളുടെ കഴിയുന്നുണ്ടാവും. ഇത് പുഴയാൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ദ്വീപായിരുന്നു പണ്ട് എല്ലാവരും ആശ്രയിച്ചിരുന്നു. പക്ഷെ ഇന്ന് കൊടുങ്ങല്ലൂരിൽ ചന്ത കാണാൻ ശരിക്കും കൊടുങ്ങല്ലൂർ ടൗണിൽ ചന്ത കാണാൻ. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ടയാണ്. 1523 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ക്രാങ്കന്നൂർ കോട്ട, സെൻറ് തോമസ് കോട്ട, ടിപ്പുവിൻ്റെ കോട്ട എന്ന പേരുകളിലും കോട്ടപ്പുറം കോട്ട അറിയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ മൂത്തകുന്നം റോഡിൽ കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായിട്ടാണ് കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിലെ പോർച്ചുഗീസ് മേധാവിത്വത്തിൻ്റെ അടയാളമായി കോട്ടപ്പുറം കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. കരയിലൂടെയും കടലിലൂടെയുമുള്ള ആക്രമണങ്ങളെ സമർത്ഥമായി ചെറുക്കാൻ സാധ്യമായ സ്ഥലത്താണ് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പെരിയാറിൻ്റെ തീരത്ത് പെരിയാർ അറബിക്കടലിൽ ചേരുന്നതിന് മുമ്പ് തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. മലബാറിൻ്റെ ഉൾഭാഗങ്ങളിലേക്കും തിരിച്ചും നദിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളും ബോട്ടുകളും ഈ കോട്ടയിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. സാമൂതിരിയും കൊച്ചി ഭരണാധികാരികളും തമ്മിൽ നടന്ന പല യുദ്ധങ്ങളിലും കോട്ടപ്പുറം കോട്ടയ്ക്ക് കാര്യമായ പങ്കുണ്ട്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കോട്ടപ്പുറം കോട്ട പിടിച്ചെടുക്കുകയും ആ കനത്ത പോരാട്ടത്തിൽ കോട്ടയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കോട്ട കൈക്കലാക്കിയ ഡച്ചുകാർ അത് തങ്ങളുടെ വ്യാപാര കപ്പലുകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ഔട്ട് ഹൗസായി ഉപയോഗിക്കുകയാണ് ചെയ്തത്.
മൈസൂർ ഭരണാധികാരികളുടെ താൽപ്പര്യം മലബാറിലേക്ക് തിരിഞ്ഞപ്പോൾ കോട്ടപ്പുറത്തും പള്ളിപ്പുറത്തും കോട്ടകൾ വാങ്ങുന്നതിനായി ഹൈദരാലി ഡച്ചുകാരുമായി ചർച്ച നടത്തി. കൊച്ചിയിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ അധികാരം സ്വീകരിച്ച് 1766 മുതൽ ഹൈദരാലിക്ക് വർഷം തോറും കപ്പം കൊടുത്തുകൊണ്ടിരുന്നു. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അദ്ദേഹം മലബാർ കീഴടക്കുകയും തിരുവിതാംകൂർ ലക്ഷ്യമാക്കുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ രാജാവ് നെടുങ്കോട്ട ശക്തിപ്പെടുത്തുകയും കൊടുങ്ങല്ലൂർ കോട്ടയും അഴീക്കോട്ടയും 1789 3 ലക്ഷം ഉറുപ്പിക നൽകി ഡച്ചുകാരിൽ നിന്ന് വിലക്ക് വാങ്ങി. എന്നാൽ ടിപ്പു സുൽത്താൻ ഇതേ സമയം കോട്ടയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ സഖ്യകക്ഷിയായ മദ്രാസ് ഗവർണറോട് കോട്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കൊച്ചി രാജാവ് ഗവർണർ ഹോളണ്ടിന് കത്തയക്കുകയും ഗവർണർ പൗണിയെ രാജാവുമായി സംസാരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മൈസൂർ സൈന്യം 1789 കൊടുങ്ങല്ലൂർ കോട്ട പിടിച്ചെടുക്കുകയും കോട്ടയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 1909 തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് കോട്ടയ്ക്കകത്ത് ഒരു സ്മാരക സ്തംഭം സ്ഥാപിച്ചു. അക്കാലത്ത് കോട്ട തകർന്ന നിലയിലായിരുന്നതിനാൽ പൊതുസ്വത്തായി കോട്ട സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണുണ്ടായത്. 2009 സംസ്ഥാന പുരാവസ്തു വകുപ്പ് പര്യവേഷണം ആരംഭിക്കുന്നത് വരെ കോട്ട വളരെ കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഉത്ഖനനത്തിലൂടെ മുൻകാലഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധി പുരാവസ്തു അവശേഷിപ്പുകൾ കോട്ടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കാട്ടിയത്. കാത്തപ്പനെന്ത് മത്സരം നേരിട്ട് കണ്ടിട്ട് ബ്ലോഗിന് സംഗതി നേരിട്ട് കാണൂടെ. അതെ കാതന്റെ മാതിരി